PG കഴിയുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് ഒരു ജോലി വാങ്ങണം എന്നുള്ളത് എൻ്റെ വലിയൊരു ലക്ഷ്യമായിരുന്നു. കാരണം അച്ഛനും അമ്മേനെ ഇനി അങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്, എത്രയും പെട്ടെന്ന് ഒരു ജോലി വാങ്ങി അവരെ സേഫ് ആക്കണം എന്നുള്ളത് അത്ര ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻട്രിയിൽ ജോയിൻ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ICDS സൂപ്പർവൈസർ എക്സാമിന് എനിക്ക് ഫസ്റ്റ് റാങ്കാണ്. അപ്പോൾ ഞാൻ കോച്ചിങ് എടുത്തത് എൻട്രിയിലാണ്. അപ്പോൾ ഒത്തിരി താങ്ക്സ് പറയാനുണ്ട് മെൻറ്റേഴ്സിനോട്, ടീച്ചേഴ്സിനോട്, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തവരോട്, ആ എൻട്രി ടീമിന് മുഴുവൻ ഒരു ബിഗ് താങ്ക് യു. ഈ ശൈത്യകാലത്തിന്റെ തുടക്കം കേരളക്കരയാകെ ഒരു ചൂടുള്ള വാർത്ത ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കൊച്ചുമോൾ, അതും 25 വയസ്സുള്ള കാവ്യ, ഇന്ന് കേരളത്തിന്റെ പൊന്നോമനയായിട്ട് മാറിയിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ഇക്കഴിഞ്ഞ ICDS സൂപ്പർവൈസർ തസ്തികയിൽ കേരള സംസ്ഥാനത്ത് നിന്ന് 1ാം റാങ്കോടുകൂടി ഈ തിരുവനന്തപുരം ജില്ലയുടെ മുഴുവൻ തിളക്കവും നിലനിർത്തി ഇന്ന് കേരളത്തിലാകമാനം ഒരു സംസാര വിഷയമായി മാറിയിരിക്കുകയാണ്. നമുക്കിന്ന് കാവ്യയുടെ വിശേഷങ്ങൾ, കാവ്യ എങ്ങനെയാണ് പഠിച്ചതെന്ന്, കാവ്യ എങ്ങനെയാണ് മുന്നോട്ട് പോയതെന്ന്, കാവ്യ ഇടയ്ക്ക് വീണുപോയ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നത് എന്നെല്ലാം നമുക്ക് കേൾക്കാം. ഹായ് കാവ്യ. ഓക്കെ, തിരുവനന്തപുരം ഗവൺമെന്റ് ആർട്സ് കോളേജിൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നു. വളരെ കൊച്ചു പ്രായം. എനിക്ക് കാവ്യയെ ആദ്യമേ കണ്ടപ്പോൾ വളരെ ഒരു കൊച്ചു മോളായിട്ടാണ് തോന്നിയത്. വളരെ കൊച്ചുകുട്ടി തന്നെയാണ്. ഈ 25 വയസ്സിന് ഇടയ്ക്ക് ഈ ICDS പോലെയുള്ള ഒരു ഗ്ലാമർ പോസ്റ്റ് അല്ലേ, ഏതൊരു സൈക്കോളജി വിദ്യാർത്ഥി, ഒരു MSW എടുത്ത ഒരാളും വളരെയധികം സന്തോഷത്തോടെയും വളരെയധികം ആത്മവിശ്വാസത്തോടെയും ഫേസ് ചെയ്യാൻ പോകുന്നൊരു പോസ്റ്റാണ് ICDS സൂപ്പർവൈസർ. എങ്ങനെ നമുക്ക് ഈ ഒരു ചെറിയ പ്രായത്തിനിടയ്ക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് എത്താൻ പറ്റി? ശരിക്കും പറഞ്ഞാൽ ഞാൻ PG എക്സാം കഴിയുന്ന സമയത്താണ് PSC ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ വർഷവും വിളിക്കുന്ന എക്സാം അല്ല, 3 വർഷത്തിൽ ഒരിക്കൽ വിളിക്കുന്ന എക്സാമാണ്. അപ്പോൾ എനിക്ക് ആലോചിച്ചപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി അങ്ങ് വിട്ട് കളയാൻ തോന്നിയില്ല. അതിന് വേണ്ടിയിട്ട് കുത്തിയിരുന്ന് പഠിക്കുകയാണ് ചെയ്തത്. കുത്തിയിരുന്ന് പഠിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലക്ഷ്യം മുന്നിൽ തന്നെ കണ്ടു. തീർച്ചയായിട്ടും. ഏകദേശം എത്ര സമയം പഠിച്ചു കാണും? ഒരു ദിവസം. ഒരു ദിവസം ആദ്യം തന്നെ പറയട്ടെ, ഞാൻ അങ്ങനെ റെസ്റ്റ് ഇല്ലാതെ, ഉറക്കമില്ലാതെ പഠിക്കുന്ന ഒരാളല്ല. ഞാൻ പഠിക്കും, പക്ഷെ ഞാൻ പഠിക്കുന്നത് ഇപ്പം ഞാൻ രാവിലെ 7 മണിയൊക്കെ തുടങ്ങുകയാണെങ്കിൽ രാത്രി 10 മണിക്കുള്ളിൽ ഞാൻ അന്നത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ അന്നത്തെ പോർഷൻ കവർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ കിടന്ന് ഉറങ്ങും. മീൻസ് ഉറക്കവും അങ്ങനെ പിന്നെ തീർച്ചയായിട്ടും അത് സൈക്കോളജിക്കൽ ആസ്പെക്ട് ആണല്ലോ. കാരണം പഠിത്തം മാത്രം നടന്നു കഴിഞ്ഞാൽ ഇതൊരു കോഗ്നിറ്റീവ് പ്രോസസ്സാണ്. ഇപ്പം അധ്യാപക വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരു മനുഷ്യൻ കായികാധ്വാനം ചെയ്യുന്നതിനേക്കാൾ എത്രയോ 5 ഇരട്ടി എഫേർട്ടാണ് ഒരാൾ തിങ്കിങ്, മെമ്മറി, റീസണിങ്, പ്രോബ്ലം സോൾവിങ് പോലുള്ള എബിലിറ്റികൾ നമ്മൾ കോഗ്നിറ്റീവ് എലമെന്റ് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക്. ഓക്കെ, ഈ ജോലി എന്ന് പറയുന്ന ഒരു ലക്ഷ്യം അത് എത്രത്തോളം പ്രാധാന്യം അറിയിച്ചതായിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരുന്നു? എന്തായിരുന്നു അതിന്റെ പിന്നിലുള്ള ഒരു ചേതോ വികാരം പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് കയറണമെന്ന്? എനിക്കൊരു സിസ്റ്ററാണ്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, 2 പെൺകുട്ടികളല്ലേ, എന്തിനാ അവരെ ഇങ്ങനെ ഇത്ര ഇഷ്ടത്തിന് ഇങ്ങനെ പഠിക്കാൻ വിടുന്നത്, അങ്ങനെയാണ് കേട്ടോണ്ടിരുന്നത്. അപ്പൊ ഞാൻ PG കഴിഞ്ഞ സമയത്ത് അപ്പൊ എല്ലാവരും, അതായത് ഈ പെൺകുട്ടികൾ എന്ന് പറയുമ്പോ അത് ജനിക്കുന്നത് മുതൽ ഒരു ചെലവാണെന്നുള്ളൊരു തോന്നലുള്ള ഒരു സൊസൈറ്റി. ഓക്കെ, പറയട്ടെ, അവരെല്ലാവരും ഇത് കാണുന്നുണ്ടായിരിക്കും. പെൺകുട്ടികൾ എന്ന് പറയുന്നത് അസറ്റാണ്. പെൺകുട്ടികൾ എന്ന് പറയുന്നത് ഈ ഭൂമുഖത്ത് ജീവൻ നിലനിൽക്കുന്നതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള എല്ലാ ചിന്താഗതിയുള്ളവർക്കും വേണ്ടിയുള്ള ശക്തമായ മറുപടിയാണ് ഞങ്ങളുടെ കുട്ടി ചെയ്തിരിക്കുന്നത്. ഒരുപാട് സന്തോഷം. പറഞ്ഞോ മോളെ. അപ്പോൾ PG കഴിഞ്ഞ സമയത്ത് എല്ലാവരും വിചാരിച്ചു ഓക്കെ ജോലിക്ക് പോവുക അല്ലെങ്കിൽ കല്യാണം നോക്കാം, 2 പെൺകുട്ടികളാണല്ലോ, അപ്പോൾ വേറെ ഇനിയൊന്നും വേണ്ടാന്ന്. അപ്പോഴാണ് ഞാൻ വീട്ടിൽ പറയുന്നത്, ഞാൻ ഇങ്ങനെ ജോലി ഇപ്പോൾ തൽക്കാലം നോക്കുന്നില്ല, ഇങ്ങനെ ഒരു എക്സാം ഉണ്ട്, അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു. വീട്ടുകാരൊക്കെ സപ്പോർട്ടാണ്. അച്ഛനും അമ്മയാണെങ്കിലും ഇപ്പം എന്ത് പഠിക്കണം എന്ന് തോന്നിയാലും എൻ്റെ ഇഷ്ടത്തിന് പഠിക്കാം, ആ ഒരു സാധനം. അപ്പോൾ അങ്ങനെയാണ് ഇരുന്ന് പഠിക്കാൻ തുടങ്ങിയത്. ഈ സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്ട് എടുക്കാനുള്ള ശരിക്കും അത് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നറിയില്ല. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഇഷ്ടം തോന്നി തന്നെ എടുത്തതാണ്. പക്ഷേ PG ഒക്കെ വരുമ്പോൾ ഞാനൊരു പ്രൊഫഷൻ ആക്കണം എന്ന് തോന്നിയിട്ടല്ല ഞാൻ PG എടുക്കുന്നത്. ഏത് കോളേജിലാണ് പഠിച്ചത്? UG പഠിച്ചത് SN കോളേജ് ചെമ്പഴന്തിയാണ്. PG പഠിച്ചത് ലോയോള കോളേജ് ഓഫ് സോഷ്യൽ സയൻസ് ശ്രീകാര്യത്ത്. ആ ഒരു കോളേജ് മാത്രമേ ഉള്ളൂ ഈ സബ്ജക്റ്റിന്? കേരള യൂണിവേഴ്സിറ്റിയിൽ കൗൺസിലിംഗ് സൈക്കോളജി ലയോളയിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അവിടെ പഠിച്ചതിൽ നിന്നും ഈ ജോലിയിലേക്ക് എത്താനുള്ള ഒരു ഇമ്പാക്ട് ഉണ്ട് ആ കോളേജിൽ. ആ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഇത് കാണുന്നുണ്ടായിരിക്കാം.
നിങ്ങളെ കോളേജിലെ ഒരു മിടുക്കിയായിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥി ഇന്ന് ഒരു മികച്ച നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ കോളേജിലെ അനുഭവങ്ങളൊന്ന് പങ്കുവെച്ചേ. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കേരളത്തെ സമൂഹത്തിന് ഇങ്ങനെ ഒരു പ്രോഡക്റ്റിനെ തന്ന കോളേജാണ് ആ കോളേജ് എന്ന് പറയുന്നത്. ഈ വിജയം ഞങ്ങൾ ആ കോളേജിലെ മുഴുവൻ അധ്യാപകർക്കും വിദ്യാർത്ഥിനികൾക്കും കൂടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. പറഞ്ഞോ മോളെ. തീർച്ചയായിട്ടും ഇതിനൊരു പ്രധാന പങ്ക് അവർ തന്നെയാണ്. കാരണം എൻ്റെ ക്ലാസ് ആയിക്കോട്ടെ, എൻ്റെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ഇപ്പം അമ്മു മിസ്, ജസ്ലി മിസ്, പ്രമോദ് സാറ്, ബാക്കി എല്ലാവരും ഫ്രണ്ട്സൊക്കെ അടിപൊളിയാണ്. ഞാനൊരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നത് ആ ഒരു PG പീരീഡിലാണ്. ഭയങ്കര എക്സ്പോഷറാണ് കോളേജ് എന്ന് പറയുമ്പോൾ. കോളേജ് എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ട് പോകാം. UGC നെറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഒരു കോളേജ് ലെക്ചർഷിപ്പിലേക്ക് പോകാം, ICDSിലേക്കും പോകാം. അപ്പോൾ ICDS എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മാസ് കോമ്പറ്റീഷൻ, എല്ലാം എലിജിബിൾ ഉള്ള ഹൈ ലെവൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ മാറ്റിവെക്കുന്ന ഒരു മത്സരം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മാറ്റിവെക്കുന്ന ഒരു മത്സരം. അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ ICDS ആണ് എൻ്റെ ലക്ഷ്യം എന്നൊരു തീരുമാനം എടുത്തപ്പോൾ എന്തുകൊണ്ട് എൻട്രി ആപ്പ് ചൂസ് ചെയ്തു? തീർച്ചയായിട്ടും PSC എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് എൻട്രി തന്നെയാണ്. അത് തന്നെയാണ് കാരണം. PSC എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് എൻട്രി തന്നെയാണ്. പിന്നെ ഞാൻ അവരുടെ ഗോൾഡ് ബാച്ചിലായിരുന്നു ഉണ്ടായിരുന്നത്, batch 3 ആയിരുന്നു. അപ്പോൾ നമുക്ക് ഒരു പേഴ്സണൽ മെൻറ്റർ ഉണ്ട്. മിസ്സിനെ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. കാരണം ഇപ്പം അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ ആണെങ്കിൽ കൂടിയും ഭയങ്കര സ്ട്രക്ചേർഡ് ആണ് കാര്യങ്ങൾ. ഇപ്പോൾ പഠിക്കുന്നതാണെങ്കിലും വീക്ക്ലി പ്ലാൻസ് ഉണ്ട്, വീക്ക്ലി എക്സാംസ് ഉണ്ട്. ഓരോ ദിവസവും ഇത്ര ടോപ്പിക്ക് കവർ ചെയ്യണം എന്നാണ്. ഇപ്പോൾ ഇൻ കേസ് നമ്മൾ വീക്ക്ലി എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മിസ് വിളിക്കും, എന്താ എക്സാം അറ്റൻഡ് ചെയ്യാത്തത്, അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച് മിസ് വിളിക്കും. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ ഓക്കെ, അത് മിസ്സാക്കാൻ പാടില്ല, എക്സാം അറ്റൻഡ് ചെയ്യണം, ആ ഒരു പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ പല ഇന്റർവ്യൂസിനും പോകുമ്പോഴത്തേക്ക് അവർ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഫാക്ടറുകളിൽ ഒന്നാണ് ഈ മെന്റർഷിപ്പിലെ നമ്മുടെ മെന്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈവൻ നമ്മുടെ വീട്ടിലെ നമ്മുടെ ഗാർഡിയനെ പോലെ തന്നെ നമ്മുടെ കറക്റ്റ് നമ്മുടെ പഠനത്തെ അസസ് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു, സജഷൻസ് പറയുന്നു. നമ്മൾ എന്തു പറഞ്ഞാലും അവർ അത് ഉൾക്കൊണ്ടുകൊണ്ട് സംയോജിതമായിട്ടുള്ള റിപ്ലൈ തരുന്നു. അത് എൻട്രിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പോയിന്റ് ആയിട്ട് എല്ലാവരും പറയുന്നതാണ്. തീർച്ചയായിട്ടും മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ വന്നിരിക്കും. അത് ഒത്തിരി അങ്ങ് ഡിലേ ആവുക അങ്ങനെയൊന്നുമില്ല. മെസ്സേജ് അയക്കും, അതിലൊരു കുറച്ച് സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ കൂടിപ്പോയ ആ ഒരു ദിവസം അതിനുള്ളിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി വരും. അപ്പോൾ ഇപ്പോഴും നിലവിൽ ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള PSC നടത്തുന്ന വേരിയസ് എക്സാമുകൾക്ക്, പ്രത്യേകിച്ച് ടീച്ചിങ് കോഴ്സുകളുടെ എക്സാമുകളിലേക്ക് കുട്ടികൾക്ക് പ്രിപ്പയർ ചെയ്ത് എഴുതിയാൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ഭയം ഇന്ന് ഒരു വ്യാപകമായിട്ട് ഒരു സ്റ്റിമുലസ് ജനറലൈസേഷൻ പോലെ ഇങ്ങനെ വ്യാപകമായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ള മറുപടിയായിട്ട് ഞങ്ങൾക്ക് കാവ്യ എന്ത് ചെയ്യാൻ പറ്റും, പോസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം മിടുക്കി മോള് കൊച്ചുകുട്ടി കൊച്ചു പ്രായത്തിൽ തന്നെ അത് ടോപ്പ് റാങ്ക് തൂക്കി, ശരിയല്ലേ? അപ്പം അങ്ങനെ പരിഭ്രമിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ടല്ലോ, ബുദ്ധിമുട്ടിയിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, അല്ലെങ്കിൽ അവർ ഒരു ധർമ്മസങ്കടത്തിലാണ്, ഇത് വേണോ വേണ്ടയോ എന്നുള്ള, അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളോട് എന്താണ് പറയാൻ പറ്റുന്ന ഏറ്റവും പ്രചോദകമായ വാക്കുകൾ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറേയൊക്കെ റിസ്ക് എടുക്കേണ്ടി വരും. ഞാൻ ഇരുന്നപ്പോൾ, അല്ലെങ്കിൽ ഞാൻ PG കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോവാതെ എക്സാം ഒരു വർഷം നീണ്ടുപോയി. അപ്പോൾ ഞാൻ ഇരിക്കുമ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഒരു വർഷത്തെ കരിയർ ഗ്യാപ്പ് ആവും, CV വെക്കുമ്പോൾ ആ ഒരു വർഷം എന്തെന്ന് പറഞ്ഞ് വെക്കുമ്പോൾ എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചത്, ഇപ്പം ഞാൻ ഇത് വിട്ടിട്ട് ഞാൻ വേറെ ജോലിക്ക് പോയി, അപ്പോൾ പിന്നെ എനിക്ക് തോന്നാൻ പാടില്ല ആ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ മിസ് ചെയ്തു, ഞാൻ കഷ്ടപ്പെടാത്തത് കൊണ്ട് എനിക്കത് കിട്ടാതാവരുത് എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റിഗ്രറ്റ് വരാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇരുന്ന് പഠിച്ചത്. അല്ലാതെ അത് കിട്ടും എന്ന് ഞാൻ കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും അതിനുവേണ്ടി പരിശ്രമിക്കാൻ വേണ്ടിയുള്ള ഒരു മനസ്സും ഉണ്ടെങ്കിൽ സർക്കാർ ജോലിക്ക് വെക്കാൻ പറ്റും, ശരിയായിട്ട് പറ്റും. ഇനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ, കുറച്ച് ഇമോഷണൽ ആണ്. അതായത് നമുക്ക് ജോലി കിട്ടിയല്ലോ, ജോലി കിട്ടി നമ്മുടെ കയ്യിലേക്ക്, മീൻസ് ജോലിയുടെ 1ാം റാങ്ക് നമ്മുടെ നേർക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അതിൽ അറിയപ്പെടുമ്പോൾ, ഇത്രയും കാലം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ള നമ്മുടെ കുടുംബം, പ്രത്യേകിച്ച് അച്ഛനും അമ്മയും കുറിച്ച് ആ നിമിഷം ആലോചിച്ച വാക്കുകൾ എന്തൊക്കെയാണ്? അച്ഛനും അമ്മയും അറിയാലോ, നമുക്കിപ്പം എനിക്കൊരു കുഞ്ഞ് ജനിച്ചതേ ഉള്ളൂ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചെറിയ ഒരു ഹ്യൂമൻ ഓർഗാനിസത്തിൽ നിന്നും ഈ പടവുകളൊക്കെ താണ്ടി വലുതായി വന്നു. അവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ മോള് തന്നെ നേരത്തെ പറഞ്ഞു, 2 പെൺകുട്ടികളല്ലേ, അവരെ ഇങ്ങനെ പഠിപ്പിച്ചാൽ നാളെ അവരെ കെട്ടിച്ചു വിടുന്നത് എങ്ങനെയാണ്, നാളെ അവരെ കെട്ടിച്ചു വിടണ്ടേ എന്നൊക്കെ ചിന്തിക്കുന്ന ദുർബലമായ മനസ്സുള്ള ഈ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഈ 1ാം റാങ്ക് കേട്ടപ്പോഴത്തേക്ക് നമ്മൾ പോലും അറിയാതെ നമ്മുടെ കണ്ണുകളിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകും, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയമിടിപ്പ് ഇങ്ങനെ കൂടും. അച്ഛൻ്റെയും അമ്മയുടെയും ഇത് അറിയുമ്പോഴുള്ള സന്തോഷം,
അതിനെ വികാരത്തോടു കൂടി എങ്ങനെയാണ് ആ നിമിഷം കണ്ടത്? ഞാൻ ആദ്യം അറിഞ്ഞില്ല. പിന്നെ ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെയാണെന്ന്. അപ്പം ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ ഓടി വന്നെന്നെ കെട്ടിപ്പിടിച്ചു. അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ അതെനിക്ക് ശരിക്കും മറക്കാൻ പറ്റില്ല. ഞാൻ അച്ഛൻ വീട്ടിൽ വന്ന് അച്ഛനോട് വിളിച്ച് ഫോണിൽ ഞാൻ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ വീട്ടിൽ വന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്ന കണ്ടപ്പോൾ എനിക്കും പെട്ടെന്ന് സങ്കടമായി. ആ കണ്ണുനീരെന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു കൊടുത്താൽ അവർക്ക് അത്രയും കിട്ടത്തില്ല. കാരണം ആ നിമിഷം ഉണ്ടാകുന്ന വൈകാരികമായിട്ടുള്ള ഭാവം ഉണ്ടല്ലോ. ഒരു പെൺകുട്ടി ജനിച്ച് നമ്മുടെ കൈ മുമ്പിലേക്ക് വന്നിട്ട് അവർ വളർത്തി കോരിക്കൊടുത്തും വാരിക്കൊടുത്തും വളർത്തി ഒരു ഗോൾഡൻ പോസ്റ്റിലേക്കാണ് വരുന്നത്. കുറച്ച് വർഷം കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് ഗസറ്റഡ് റാങ്കിലേക്ക് വരും, പച്ചമശി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തസ്തികയിലേക്ക് വരും. ഇത് കേരളത്തിലെ മുഴുവൻ പെൺമക്കൾമാരും കേരളത്തിലെ മുഴുവൻ പെൺകുട്ടികളും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വിജയങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ സമ്പാദ്യം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അന്തസ് എന്ന് പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആസ്പെക്റ്റുകൾ സൊസൈറ്റിയിലുണ്ടോ അതൊന്നും കൊണ്ടല്ല. മറിച്ച് നമ്മുടെ പേരൻസ്, നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ അഭ്യുതകാംക്ഷികള്, നമ്മുടെ സുഹൃത്തുക്കള്. ഇപ്പോൾ കാവ്യയായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്തും കാവ്യയുടെ ഒരു സുഹൃത്ത് വന്ന് ഈ തൊട്ടടുത്തിരിപ്പുണ്ട്, കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചർ വന്നിരിപ്പുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു നിമിഷങ്ങളുണ്ടല്ലോ, ഈ ഒരു നിമിഷങ്ങളൊന്നും ജീവിതത്തിൽ മറ്റു പല ഘടകങ്ങൾ കൊടുത്താലും നമുക്ക് കിട്ടാത്തതാണ്. അതുകൊണ്ട് മക്കളെ, തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്, നിങ്ങൾ വിശ്വസിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. എൻട്രിയുടെ പടവുകളിലൂടെ, എൻട്രിയുടെ ചിറകുകളിലൂടെ ഇന്ന് കേരളത്തിന്റെ 14 ജില്ലകളിലും, അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലെയും ഉദ്യോഗാർത്ഥികൾ മാറ്റുരച്ച ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം എന്ന് പറയുന്ന ലോകം അറിയപ്പെടുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു തസ്തികയിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഞങ്ങൾ കാവ്യ ടീച്ചർ എന്ന്, അല്ലെങ്കിൽ കുട്ടികൾ കാവ്യ ടീച്ചർ എന്ന് വിളിക്കുന്ന ഈ പദത്തോടൊപ്പം ചേർത്ത് ഇനി ഒരു പക്ഷേ പല വില്ലേജുകളിലും, പല മുനിസിപ്പാലിറ്റികളിലും, പല കോർപ്പറേഷനുകളിലും കാവ്യ മാഡം എന്ന ഒരു വിളി കൂടി അഭിസംബോധന ചെയ്തുകൊണ്ടുണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു നാഷണൽ അത്ലറ്റ്, നാഷണൽ സ്വിമ്മർ ആണല്ലേ. അപ്പോൾ ഈ ഇങ്ങനെ ഇരിക്കുമ്പോൾ, അതായത് സാധാരണഗതിയിൽ ഇപ്പം എനിക്ക് തോന്നുന്നു 1ാം റാങ്ക് കിട്ടുമ്പോൾ ഗ്രേസ് മാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞൊരു ഒരു തോന്നൽ വരും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ 1ാം റാങ്ക് മേടിക്കുന്ന മാർക്ക് വെച്ച് വാങ്ങിക്കുക എന്നതും ഗ്രേസ് മാർക്ക് വെച്ച് വാങ്ങിക്കുക എന്നതും രണ്ടായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. പക്ഷെ അവർ പലപ്പോഴും ചിന്തിക്കാറില്ല. ഇപ്പൊ ഞാനും ഒരു സ്പോർട്സ് താരമാണ്, എനിക്ക് ഗ്രേസ് മാർക്ക് ഇല്ലായിരുന്നു, ഞാനൊരു സ്പോർട്സ് താരമായിരുന്നു, ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. പക്ഷെ ഞാൻ പല ഘട്ടങ്ങളിൽ കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഈ ഗ്രേസ് മാർക്ക് വെച്ചുകൊണ്ട് റാങ്ക് മേടിക്കുന്നതിന് ഒരു യോഗ്യത കുറവായിട്ട് പലരും കണക്കാക്കാറുണ്ട്. പക്ഷെ ഇവരാരും ചിന്തിക്കുന്നില്ല, നാഷണൽ ലെവലിൽ ഒരാൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ എത്രത്തോളം അവർ കായികമായിട്ട് പരിശീലിപ്പിച്ചുകൊണ്ടാകണം എന്നുള്ളത്. PT ഉഷയെ പോലെ ഏറ്റവും പ്രബലരായിട്ടുള്ള, ശക്തരായിട്ടുള്ള സ്പോർട്സ് പേഴ്സൺസ് നമ്മുടെ കേരളം സംഭാവന ചെയ്തിട്ടുണ്ട്. അഞ്ജു ബോബി ജോർജിനെ പോലെയുള്ള, ഷൈനി വിൽസനെ പോലെയുള്ള. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെയൊക്കെ പേരിൽ ഈ ലോകത്ത് ഇന്ത്യ അറിയപ്പെടുക കൂടി ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ഒരു തലമുറയെ കൂടി വാർത്തെടുക്കേണ്ട സാഹചര്യം നമ്മുടെ സർക്കാരിന് മുമ്പിലുണ്ട്, നമ്മുടെ സംവിധാനങ്ങൾക്ക് മുമ്പിലുണ്ട്. അതിന്റെ ഭാഗമായി പഠിക്കുന്ന സമയത്ത് സമയം മാറ്റിവെക്കുക, പരിശീലിക്കുക, ജില്ലാതലത്തിൽ പോവുക, സംസ്ഥാന തലത്തിൽ പോവുക, അതിൽ കഴിഞ്ഞിട്ട് നാഷണൽ ലെവൽ. ഇനി അടുത്തൊരു സാധ്യത ഉണ്ടെങ്കിൽ അതൊരു ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ആയിരിക്കും. അങ്ങനെ തോന്നുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിനെ അംഗീകരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇപ്പോൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാതെ, ഇപ്പം നമ്മുടെ ക്യാപ്പബിലിറ്റീസ് ഏത് അക്കാഡമിക്സിൽ കാണുമായിരിക്കും, സ്പോർട്സിൽ കാണുമായിരിക്കും, ആർട്സിൽ കാണുമായിരിക്കും. അപ്പോൾ മറ്റുള്ള കഴിവുകൾ നമ്മൾ അത്രയും നാളത്തെ, ഇപ്പോൾ സ്പോർട്സ് ഒക്കെ പറയുമ്പോഴത്തേക്കും അത്ര വർഷത്തെ ഡിസിപ്ലിനാണ്. ഇപ്പം നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ വെക്കേഷൻ കാണും, ഹോളിഡേയ്സ് കാണും, നമുക്കതൊന്നും കാണണമെന്ന് നിർബന്ധമില്ല, കോമ്പറ്റീഷൻ കാണുമായിരിക്കും. അപ്പം ഇവർ പഠിക്കുന്ന സമയത്തിൽ ഞങ്ങൾ ആ സമയം വെറുതെ ഇരിക്കുന്നില്ല. ആ സമയത്ത് ഇവിടെ വേറെ മാത്രമല്ല റാങ്കുകൾ തമ്മിൽ വലിയ മാർക്കിന്റെ അന്തരമില്ല. മാത്രമല്ല UGC നെറ്റ് ഉണ്ട്, സെറ്റ് ക്വാളിഫൈഡ് ആണ്. സെറ്റിനും നെറ്റിനും ഒന്നും ഗ്രേസ് മാർക്ക് ഇല്ലല്ലോ. ലെക്ചർഷിപ്പിലേക്ക് പോകുമ്പോൾ അവിടെ ഗ്രേസ് മാർക്ക് ഇല്ലല്ലോ. ഓൾറെഡി ഇപ്പോൾ ഒരു കോളേജിൽ വർക്ക് ചെയ്യും കൂടെ ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ, അൺകോൺഷ്യസ് മൈൻഡിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ തന്നെ അതങ്ങ് കരിച്ചു കളഞ്ഞേക്കുക. അതിനെക്കുറിച്ചൊന്നും മറിയിടാവേണ്ട കാര്യമില്ല. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇപ്പം സൈക്കോളജിയിൽ UGC നെറ്റൊക്കെ ഉള്ള ആളല്ലേ. അപ്പം ഞങ്ങളുടെ സൈക്കോളജി ക്ലാസ്സുകൾ മീൻസ് എങ്ങനെ എൻട്രി ആപ്പിലെ സൈക്കോളജി ക്ലാസ്സുകളൊക്കെ എങ്ങനെയായിരുന്നു? കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ശരിയാണ്.
തീർച്ചയായിട്ടും നമ്മളുടെ മെയിൻ സബ്ജക്റ്റ് ആയതുകൊണ്ട് പഠിപ്പിക്കുന്ന ആൾക്കാർ അത്ര നല്ലതല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും എന്നുള്ളതാണ്. പക്ഷെ സാറിൻ്റെ ക്ലാസ്സൊക്കെ അടിപൊളിയാണ്. ഞങ്ങൾ സാറിൻ്റെ ക്ലാസ് അങ്ങനെ എപ്പോഴും കിട്ടാറില്ല. അപ്പോൾ ഞങ്ങൾ ലൈവൊക്കെ വരാൻ വെയിറ്റ് ചെയ്യും, കാരണം അത്ര നല്ലതാണ് ക്ലാസ്സുകൾ. അതുപോലെ തന്നെ ഇപ്പം ഡൗട്ട് ചോദിക്കുമ്പോഴാണെങ്കിലും അത്ര ക്ലിയർ ആയിട്ട് സാറിനത് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൈക്കോളജിയിലെ ഷഹാമ മിസ്സിൻ്റെ ക്ലാസ്സും അതുപോലെ തന്നെയാണ്, അടിപൊളിയാണ്. പിന്നെ ഫേവറേറ്റ് ആയിട്ട് അങ്ങനെ എടുത്തു പറയാൻ പാടില്ല, പക്ഷെ എന്നാലും എല്ലാ ടീച്ചേഴ്സും അടിപൊളിയാണ്. അനീസ് സാർ ആയിക്കോട്ടെ, കാവ്യ മിസ് ആയിക്കോട്ടെ, സെബാസ്റ്റ്യൻ സാർ ആയിക്കോട്ടെ. ഇന്റർവ്യൂവിന് വെയിറ്റ് ചെയ്യാണ്. കാവ്യ മിസ് ഇന്നലെ മുതലേ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ട് കാവ്യ മിസ് തിരുവനന്തപുരം മൊത്തം പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. ഞങ്ങളുടെ കൊച്ചിന് 1 റാങ്ക് കിട്ടിയത്. അതുപോലെ തന്നെ പത്മപ്രിയ ടീച്ചറൊന്നും നിലത്ത് നിന്നിട്ടില്ല. ടീച്ചറൊക്കെ ഇതൊക്കെ എത്രത്തോളം സന്തോഷം, അതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ്. കാവ്യ മിസ് ആണെങ്കിൽ ഒത്തിരി ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കും. ഇപ്പൊ ഓരോ ലൈവിന് വന്നാലും മിസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മിസ്സിന് തൃപ്തി ആവത്തില്ല. എത്ര ക്വസ്റ്റ്യൻ മിസ് വീണ്ടും ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇട്ടുണ്ട്. അതൊക്കെ എൻട്രിയുടെ പ്ലാറ്റ്ഫോമിന് മാത്രം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ചില ഫേവറേറ്റുകളാണ്. ഈ എൻട്രിയുടെ ഈ വീക്ക്ലി എക്സാമിനേഷൻസിന്റെ ക്വസ്റ്റ്യൻസിന്റെ നിലവാരമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതാണ്. അതായത് ഇപ്പം ഞാൻ വിചാരിച്ചത് ഇപ്പോൾ വീക്ക്ലി എക്സാം അറ്റൻഡ് ചെയ്തൊക്കെ അതിന് മാർക്ക് ഉണ്ടെങ്കിൽ മന്ത്ലി എക്സാമിനും അത് തന്നെ ചോദിക്കും എന്നാണ് ഞാൻ, അല്ലെങ്കിൽ പൊതുവേ നമ്മൾ വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ല, വേറെ ക്വസ്റ്റ്യൻസ് കാണും, വേറെ ക്വസ്റ്റ്യൻസ് കാണും. അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ ഇനിയും പഠിക്കാനുണ്ട്. അത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു ഫോക്കസ് ഏരിയ ഇടുന്നു. ആ ഫോക്കസ് ഏരിയയുടെ ഒരു 1, 3, 4, 5, 7 എന്നുള്ള രീതിയിലായിരിക്കും ആദ്യത്തെ വീക്കിൽ ഇടുന്നത്. മന്ത്ലി വരുമ്പോഴത്തേക്ക് അവിടെ എന്ത് വരും? 2 വരും, 4 വരും, അങ്ങനെ രീതിയിൽ. അതായത് ഇത് ഇങ്ങനെ ഒരു എന്താണ് പറയുന്നത്, ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച്, കരിക്കുലത്തിൽ ഉള്ള ഹോളിസ്റ്റിക് അപ്രോച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും കാണുന്നുണ്ട്. ഇനി എൻട്രിയുടെ ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തു. എൻട്രിയുടെ ജോയിൻ ചെയ്ത് നിരവധി ആപ്പുകൾ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിരവധി ആപ്പുകളുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ICDSന് ഒരു വലിയ ഭീമാകാരമായിട്ടുള്ളൊരു അടിയന്തരമായിട്ടുള്ളൊരു വലിയ പ്രശ്നം എല്ലാ ഉദ്യോഗാർത്ഥികളും നേരിട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ദിവസങ്ങളുള്ളപ്പോഴത്തേക്ക് സിലബസ് അങ്ങ് മാറി. അതും വല്ലാത്തൊരു മാറ്റം. അപ്പം ഞാനും ചോദിച്ചോട്ടെ, അത് ഈ കേരളത്തിൻ്റെ മനസാക്ഷിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു ഓൺലൈൻ ആപ്ലിക്കേഷനിൽ നേരത്തെ ഫണ്ട് വാങ്ങിച്ചിട്ട് നമ്മൾ ക്ലാസ് നടത്തുമ്പോൾ ഈ എമർജൻസി സാഹചര്യത്തിൽ ഇവർ പുതിയ സിലബസ് തീർത്തോ? തീർച്ചയായിട്ടും ഞാൻ വിചാരിച്ചില്ല തീർക്കുമെന്ന്. പക്ഷെ ആ ഒരു 2 മാസത്തിനുള്ളിൽ ചെറിയ മാറ്റമല്ല, സിലബസിൽ വലിയ മാറ്റമായിരുന്നു. അപ്പോൾ എങ്ങനെ ഇവര് പഠിപ്പിച്ച് തീർക്കും, നമ്മൾ എങ്ങനെ പഠിച്ചു തീർക്കും എന്നുള്ളത് ഭയങ്കര വലിയ ടെൻഷനായിരുന്നു. പക്ഷെ പറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാം തീർത്തു, റിവിഷനും നടത്തി. ഓക്കെ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് എൻട്രി ടീമിനോട് തന്നെ നന്ദി പറയണം. അത്ര ചെറിയ സമയത്തിനുള്ളിൽ, കാരണം ഒത്തിരി വീഡിയോസ് അവർക്ക് എടുക്കാനുണ്ട്, അപ്ലോഡ് ചെയ്യാനുണ്ട്, എഡിറ്റ് ചെയ്യാനുണ്ട്. അതിന്റെ ഒരു ടീം വർക്കാണ്. എൻട്രി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് അല്ല, മറിച്ച് എൻട്രിയുടെ മീഡിയ ടീം മുതൽ എൻട്രിയുടെ ഫാക്കൽറ്റീസ്, എൻട്രിയുടെ നോൺ ടീച്ചിങ് ഫാക്കൽറ്റീസ്, എൻട്രിയുടെ കമ്പനിയുടെ അതോറിറ്റീസ് എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു കമ്പൈൻഡ് എഫേർട്ടാണ്. ഇപ്പം നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ കമ്പൈൻഡ് എഫേർട്ട്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പോലെ ഇതിന്റെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഈ പറഞ്ഞ എൻറ്റയർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവർ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഈ പ്രോഡക്റ്റ്. ഇപ്പം നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഇത് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് എൻട്രി അത് പ്രൊവൈഡ് ചെയ്യും. കാരണം അവിടെ സൈക്കോളജിക്കലി അതിനു വേണ്ടിയുള്ള ഒരു ഏരിയ കൂടി എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ സന്തോഷ നിമിഷത്തിൽ ഇനി പഠിക്കാനിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് എന്തുകൊണ്ട് എൻട്രി എടുക്കണം എന്നതിനെ കുറിച്ചൊന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഏറ്റവും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണെന്ന് തന്നെ പറയാം. ഇപ്പം നിങ്ങളുടെ കൂടെ ഇപ്പം തുടങ്ങുന്ന സമയം തൊട്ടിട്ട് ആ ഒരു എക്സാം, ഇനി ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂ ഫേസ് വരെ കൂടെ കാണും. നമുക്കിപ്പോൾ ഒരു ക്ലാസ് അതിൻ്റെ ക്വാളിറ്റി കുറച്ചും കൂടി നല്ലത് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻറ്ററോട് അതിനെക്കുറിച്ച് പറഞ്ഞാൽ മതി, അത് റീപ്ലൈസ് ചെയ്ത് തരും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ അത് ഉടനെ തന്നെ ഒന്നുകിൽ അപ്പം തന്നെ ക്ലാരിഫൈ ചെയ്ത് തരും. മറ്റ് മെൻറ്റർ വഴി ഇപ്പോൾ ട്യൂട്ടേഴ്സിനോട് ചോദിച്ചിട്ടാണെങ്കിലും അത് ക്ലാരിഫൈ ചെയ്ത് തരും. ജീവിതമാകുന്ന ചതുരംഗ കളിയിൽ വെട്ടിനിരത്തലുകളും മുന്നേറ്റങ്ങളുമാണ് ജീവിത വിജയവും യാഥാർത്ഥ്യവും എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയ്ക്ക് മുന്നിൽ വിജയശ്രീ ലാളിതയായി വന്നു നിൽക്കുകയാണ് ഞങ്ങളുടെ സ്വന്തം കാവ്യമോൾ. ഇനിയും ഇതുപോലുള്ള വിജയങ്ങളുടെ മികച്ച മനോഹരമായ നിമിഷങ്ങൾ കൊത്തിയെടുക്കാൻ ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എൻട്രി ടീം എത്തുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ.